ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 27ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. ഇരുളിയിരുന്നറിയുന്നതാകും ആത്മാവറിവതു താൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. സാരം: ഇരുളിൽ ഇരുന്നതാകും ആത്മാ. ഇരുളിൽ ഇരുന്നറിയുന്നതാകും ആത്മാ. ഇരുട്ടിലിരുന്ന് അറിയുന്നതാണ് ആത്മാവ്. അതാണ് അറിവ്. അതും താനാണ്. ആ അറിവ് തന്നെയാണ് നാമരൂപങ്ങളായും അന്ധകരണമായും ഇന്ദ്രിയമായും മനസ്സായും കർത്താവായും കർമ്മമായുമൊക്കെ വരുന്നത്. ഇതെല്ലാം അത്ഭുതകരമായ മഹേന്ദ്രജാലമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സാരം. ഇതിനെ നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ. ആത്മാവിനെ അറിയാൻ ഇരുട്ടത്തിരിക്കണോ എന്നതാണ് തമാശ. ഇരുട്ടത്തിരുന്നാൽ അറിയാനും അനുഭവിക്കാനും പറ്റുന്നത് പ്രകാശമാണ്. ആത്മാവിൻ്റെ ഒരു നിർവചനമാണ് ഗുരു പറയുന്നത്. ആത്മാവ് പ്രകാശമാണ്. കാണാൻ പറ്റാത്തതാണ് ആത്മാവ് എന്നൊക്കെയാണ് നാം കരുതിയത്. ഗുരു പറയുന്നു, ആത്മാവിനെ കാണാൻ ഇരുട്ടത്തിരിക്കണം. പ്രകാശത്തിലാണ് നാം എല്ലാം കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇരുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ അറിയാൻ കഴിയുകയുള്ളൂ. പ്രകാശമുള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ സകലതിനെയും കാണാൻ പറ്റുന്നത്. രാത്രിയിൽ പ്രകാശമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാണാം. ഇപ്പോൾ പകലാണ്. ഇപ്പോൾ ഒരു മിന്നാമിനുങ്ങ് കടന്നു പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേസമയം രാത്രിയിൽ നമുക്ക് മിന്നാമിനുങ്ങിനെ വ്യക്തമായി കാണാം. ഒരു ചെറിയ പ്രകാശത്തെ പോലും കാണണമെങ്കിൽ ഇരുട്ട് വേണം. ഇരുട്ടുണ്ടെങ്കിൽ പ്രകാശം പ്രസക്തമാകും. അതുകൊണ്ടാവാം ഇരുട്ടിലാണ് പ്രകാശത്തെ അറിയാൻ കഴിയുന്നത് എന്ന് ഗുരു പറയുന്നത്. പ്രകാശമുള്ളത് കൊണ്ടാണ് നമുക്ക് സകലതിനെയും കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എല്ലാ തത്വശാസ്ത്രങ്ങളും പ്രകാശത്തെ വളരെ ഏറെ പ്രകീർത്തിക്കുന്നത്. ദൈവം പ്രകാശമാണ്. ദിവ് എന്ന ശബ്ദത്തിൽ നിന്നാണ് ദൈവം, ദീപം എന്നൊക്കെ വന്നത്. പകലിൽ പ്രകാശത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയുന്നില്ല. ഇരുട്ടുണ്ടായിരുന്നതുകൊണ്ട് നാം പ്രഭാതത്തെ അറിയുന്നു, പ്രകാശത്തെ അറിയുന്നു. പ്രകാശം മഹത്വപൂർണമാണ്, ദിവ്യമാണ്. പ്രകാശം പരത്തുന്നവൻ, ജ്ഞാനികൾ, മഹാത്മാക്കൾ ദിവ്യന്മാരാണ്. അന്ധകാരത്തെ, അജ്ഞാനത്തെ നീക്കി അറിവിൻ്റെ പ്രകാശം പരത്തുന്നവർ സദ്ഗുരുക്കന്മാർ. ഗു ഇരുട്ട്, രു അകറ്റുന്നത്. ഇരുട്ടിനെ, അജ്ഞാനത്തെ നീക്കുന്നവർ ഗുരു. നിസ്തരംഗ തേജോസാഗരമാണ് ദൈവം. തരംഗമില്ലാതെ ദിവ്യസാഗരമാണ് ദൈവം. പ്രകാശം നിറഞ്ഞിരിക്കുന്ന സാഗരമാണ് ദൈവം എന്നാണ് ഗുരു പറയുന്നത്. ഇവിടെ ഗുരു പ്രകാശം ഘനീഭവിച്ചാണ് ദൈവമായി മാറിയത്. പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ പ്രകാശ സാഗരത്തിലാണ്. പ്രകാശത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. അധിഷ്ഠാനപരമായി പ്രകാശമാണുള്ളത്. ആത്മാവ് പ്രകാശ സ്വരൂപമാണ് എന്നാണ് ഗുരു പ്രഖ്യാപിക്കുന്നത്. അറിവതു താൻ അധ. ആത്മാവറിവതു താൻ അധ. അതായത് ആത്മാവ് അത് അറിവാണ്. ആ അറിവ് തന്നെയാണ് താൻ.
താൻ അതുതന്നെയാണ്. അറിവ്, ആത്മാവ് അറിവാണ്, അറിവാണ് താൻ എന്നാണ് ഗുരു പറയുന്നത്. ആ താൻ നാമരൂപമായും കരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും, അതായത് ഈ ആത്മാവ്, അറിവ്, താൻ പല പേരുകളായി അറിയപ്പെടുന്നതും ആത്മാവാണ്. ഓരോരുത്തരും ആത്മാവാണ്. കരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും ഓരോ വ്യക്തിയുടെ അന്ധകരണങ്ങളും ആത്മാവാണ്. ആത്മാവാണ് എല്ലാറ്റിനും കാരണം. ആത്മാവിൻ്റെ പ്രകാശത്താലാണ് നാമരൂപാദികളും അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും കർത്താവായും കർമ്മമായും പ്രകടമാകുന്നത്. മനസ്സും ആത്മാവിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. കർത്താവായതും ആത്മാവ്, ഏകമായ ആത്മാവ് ബഹുരൂപത്തെ പ്രാപിക്കുന്നതെങ്ങനെ? ഈ സംശയം ദൂരീകരിച്ച് ഗുരു പറയുന്നു, ഇതെല്ലാം മഹേന്ദ്രജാലമാണ്. മഹേന്ദ്രജാലം എന്നാൽ എന്ത്? ഉള്ളതിനെ ഇല്ലാതാക്കുന്നു, ഇല്ലാത്തത് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണല്ലോ മാജിക്, അദ്ഭുത കലാരൂപം. ഇതിൻ്റെ വാസ്തവം എന്താണ്? അദ്ഭുത കലാരൂപത്തിൻ്റെ വാസ്തവം എന്താണ്? അത് കരവിരുതാണ് എന്ന് മജീഷ്യൻ പറയുന്നു. ഇതൊരു അദ്ഭുതമൊന്നുമല്ല, ഇതൊരു ശാസ്ത്രമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. വസ്തുത അറിയാത്തതുകൊണ്ട് നമുക്കിത് അത്ഭുതമായി തോന്നുന്നു. അതുപോലെ ആത്മസ്വരൂപം ബോധ്യമായ ഗുരുവിനെ പോലെയുള്ളവർക്ക് പ്രപഞ്ചത്തിലെ സകല വൈരുദ്ധ്യത്തിൻ്റെ തത്വമൊന്നാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആ വസ്തുത നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. നാം അത് ഉൾക്കൊണ്ട് ജീവിക്കണം. അവിടെയാണ് ഗുരുവിനെ വിശ്വസിക്കേണ്ട ആവശ്യകത. ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ആ ഉന്നത മനോതലത്തെ നാം അറിയുന്നത്. ആത്മസ്വരൂപമായ താനാണ് അറിവാകുന്നത്, നാമരൂപങ്ങളാകുന്നതും അന്ധകരണമാകുന്നതും ഇന്ദ്രിയങ്ങളാകുന്നതും കർത്താവാകുന്നതും കർമ്മമാകുന്നതുമെല്ലാം അറിവാണ്, ആത്മാവാണ്. ആത്മാവ് പ്രകാശമാണ്. ഗുരു ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. അതിൽ സഹവർത്തിത്വം, സാഹോദര്യമൊക്കെ ഉണരുന്നു. നാം പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കൾ എന്ന നിലയിൽ വിലയിരുത്തി പോകുന്നതൊന്നും ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതല്ല. എല്ലാം ആത്മവസ്തുക്കൾ തന്നെ. താൻ തന്നെ അറിവ്, നാമരൂപാദി വസ്തുക്കൾ, ഇന്ദ്രിയങ്ങൾ, കർത്താവ്, കർമ്മവും ആത്മാവ് തന്നെ. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നു തന്നെ. ഏകമായ ആത്മാവ്, ഇരുളിലിരുന്നറിയുന്ന ആത്മാവ് അറിവായും നാമരൂപാദി വസ്തുക്കളായും അന്ധകരണമായും ഇന്ദ്രിയങ്ങളായും കർത്താവായും കർമ്മമായും സർവവുമായി വികസിക്കുമ്പോൾ അത് കാണുക. അസാധ്യമായതൊക്കെ നമ്മെ കാണിക്കുന്നത് പോലെ ഇന്ദ്രജാലമാണ് പ്രപഞ്ചരഹസ്യം. സത്യദർശിയായ ഗുരുവിൻ്റെ ഈ അറിവ് പങ്കുവെച്ചും കൊണ്ട് ഇതൊക്കെ അറിയാനും അനുഭവിക്കുവാനും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.